നിന്റെ ലൈഫിനെ ബന്ധിക്കുവാനായി അവർ നടത്തിയ ദുരാലോചനയുടെ കയറുകളെ നീ പൊട്ടിക്കണം. അവരുടെ കയറുകളെ എറിഞ്ഞു കളയണം. നമ്മുടെ ആത്മീക ജീവിതത്തിനകത്ത് കെട്ടപ്പെട്ട് കിടക്കുന്ന ധാരാളം ആൾക്കാരെ നാം കണ്ടിട്ടുണ്ട്. അങ്ങനെ കെട്ടപ്പെട്ട് കിടക്കുന്നവരുടെ കെട്ടുകളെ പൊട്ടിച്ചെറിയണമെന്നാണ് ദൈവവചനം നമുക്ക് തരുന്ന വെളിപ്പാട്. 2-ാം സങ്കീർത്തനത്തിന്റെ 3-ാമത്തെ വാക്യം, നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞു കളഞ്ഞു. 2-ാം സങ്കീർത്തനക്കാരൻ സങ്കീർത്തനം തുടങ്ങുക, യഹോവയെ ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത്? യഹോവയ്ക്കും അവന്റെ അഭിഷക്തന്മാർക്കും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുന്നു, അധിപതികൾ തമ്മിൽ ആലോചന കഴിക്കുന്നു. മനുഷ്യൻ മനുഷ്യനെതിരെ ആലോചനകൾ നടത്തുകയാണ്. ഇന്ന് രാവിലെ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിനക്കൊരു എതിരാളി ഉണ്ടെങ്കിൽ, നിനക്കൊരു ശത്രു ഉണ്ടെങ്കിൽ, നിന്നെ വെല്ലുവിളിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, അവർ നിനക്ക് വിരോധമായി 2 വ്യക്തികളോ 3 വ്യക്തികളോ കൂടിയിരുന്ന് നിങ്ങൾക്ക് വിരോധമായി ആലോചനകൾ നടത്തുന്നുണ്ട്. ആ ആലോചന എന്തിനാ? നിന്നെ തകർത്തു കളയാൻ വേണ്ടിയാണ്. പക്ഷെ ഇവിടെ ബൈബിൾ വെളിപ്പെടുത്തുകയാണ്, നിങ്ങൾക്ക് വിരോധമായി ചില ആലോചനകൾ നടക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ചില ആലോചനകൾ മാനുഷികമായി നമുക്കെതിരെ നടക്കുന്നുണ്ട്. 3 തരത്തിലുള്ള ആലോചനകൾ വേദപുസ്തക വെളിപ്പാടിലുണ്ട്. 1, മനുഷ്യൻ മനുഷ്യനെതിരെ നടത്തുന്ന ആലോചന. 2, മനുഷ്യനെതിരെ പിശാച് നടത്തുന്ന ആലോചന. 3, ദൈവമക്കൾക്ക് അനുകൂലമായി ദൈവം തരുന്ന ദൈവത്തിന്റെ ആലോചന. ഇവിടെ ചില മനുഷ്യാലോചനകളെ കുറിച്ചാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. ചില പൈശാചിക ആലോചനകളെ കുറിച്ചാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. ആ ആലോചനകളെല്ലാം പൊട്ടി നിങ്ങളുടെ ജീവിതത്തിൽ ദൈവാലോചനകൾ വെളിപ്പെട്ടു വരണം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, യഹോവയെ ജാതികൾ കലഹിക്കുന്നു, വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നു, യഹോവയ്ക്കും അവന്റെ അഭിഷക്തന്മാർക്കും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുന്നു, അധിപതികൾ തമ്മിൽ ആലോചന കഴിക്കുന്നു. അവർ നടത്തുന്ന ആലോചന കണ്ട് നീ മിണ്ടാതിരിക്കാനല്ല ബൈബിൾ പറയുന്നത്, നീ എഴുന്നേൽക്കണം. നിന്റെ ലൈഫിനെ ബന്ധിക്കുവാനായി അവർ നടത്തിയ ദുരാലോചനയുടെ കയറുകളെ നീ പൊട്ടിക്കണം. എന്നിട്ട് അവരുടെ കയറുകളെ എറിഞ്ഞു കളയണം. ഇന്ന് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കെട്ടപ്പെട്ടവനായി, ബന്ധിക്കപ്പെട്ടവനായി, കുരുങ്ങപ്പെട്ടവരായി, ആത്മീക തലം, ഭൗതിക തലം, ശാരീരിക തലം, മാനസിക തലം ബന്ധിക്കപ്പെട്ട ആരെങ്കിലും വചനം ശ്രദ്ധിക്കുന്നെങ്കിൽ യേശു നിങ്ങളോട് പറയുകയാണ്, സ്തോത്രം, ഒട്ടും ആശങ്കപ്പെടണ്ട. പ്രാർത്ഥനാ മുറിയിൽ കയറൂ, വാതിലുകളെ അടയ്ക്കൂ, ദൈവത്തോട് പ്രാർത്ഥന തുടങ്ങൂ. ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വിരോധമായി നടത്തുന്ന ആലോചനയുടെ കെട്ടുകളെ ഈ ദിവസങ്ങൾ അഴിച്ച് അവരുടെ കയറുകളെ ദൂരെ എറിഞ്ഞു കളയുവാൻ ദൈവം നിനക്ക് കൃപ തരട്ടെ. അങ്ങനെ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, കെട്ടപ്പെട്ടവരായി, ബന്ധിക്കപ്പെട്ടവരായി, ഭാവി മുടങ്ങപ്പെട്ടവരായി, ആരോഗ്യം നഷ്ടപ്പെട്ടവരായി, സമ്പത്ത് നഷ്ടപ്പെട്ടവരായി, കഴിവ് നഷ്ടപ്പെട്ടവരായി എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്ക് വിരോധമായി നടക്കുന്ന ദുരാലോചനകളെ ആരാധനയുടെ നടുവിൽ അഴിച്ചെറിയുവാൻ കൃപ കൊടുക്കണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ഈ ദിവസങ്ങളിൽ കെട്ടുകളെ പൊട്ടിച്ച് കയറുകളെ എറിഞ്ഞു കളയാം. ഗോഡ് ബ്ലസ് യു.